ത്തിനും വിവിധങ്ങളായ രൂപങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വൈവിധ്യമാർന്ന നിലയ്ക്ക് സ്വലാത്തിന്റെ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിലക്കും നമുക്ക് സ്വലാത്ത് ചെല്ലാവുന്നതാണ്. ആ കൂട്ടത്തിൽ ഒരായത്തിറങ്ങി, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹു അവന്റെ മലക്കുകൾ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും പ്രവാചകന് വേണ്ടി സലാത്തും സലാമും ചൊല്ലുവീൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ ആയത്തിൽ രണ്ട് വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവും മലക്കുകളും സലാത്ത് ചൊല്ലുന്നു. നബിയുടെ വിശദീകരണം അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു തരുന്നു. അള്ളാഹ് സലാത്ത് ചൊല്ലുന്നു എന്നാണ് അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയലായിരിക്കൂലേതായാലും. അള്ളാഹു ഗുണം ചെയ്യുന്നു, റസൂലുള്ളാഹിക്ക് അള്ളാഹ് ഗുണം ചെയ്തു കൊടുക്കുന്നു എന്നാണ് പടച്ചോൻ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗുണത്തിന് വേണ്ടി റബ്ബുൽ ആലമീനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സലാത്തും സലാമും ചൊല്ലണം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്ന് അന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. സലാത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്? പടച്ചോനിതാ കൽപ്പിച്ചിരിക്കുന്നു, സല്ലു അലൈഹി, നബിയുടെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലുവീൻ. എങ്ങനെയാണ് നിങ്ങൾ സലാത്ത് ചൊല്ലുന്നത്? ഇതിന്റെ രൂപം എന്താണ്? ഇതിന്റെ കൈഫിയത്ത് എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയുക. എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ മുതൽക്ക് ഇന്നക ഹമീദും മജീദ് വരെ നബി പഠിപ്പിച്ച ഒരു സലാത്താണ്. വേറെയും രൂപങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏത് രൂപത്തിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. പക്ഷേ അതിലൊന്നിലും, വ്യത്യസ്തങ്ങളായ പല രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, അതിലൊരൊറ്റ റിപ്പോർട്ടിൽ പോലും, സഹീഹായ ഒരൊറ്റ ഹദീസിൽ പോലും വന്നിട്ടില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വന്നിട്ടില്ല. സയ്യിദിന എന്നുള്ള പ്രയോഗം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആവശ്യമില്ല എന്നർത്ഥം. എന്തേ? നബി സയ്യിദിന അല്ലാത്തതുകൊണ്ടല്ല. തീർച്ചയായും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ നിസ്കാരത്തിൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാചകത്തിൽ നമുക്ക് തിരുത്താൻ പാടില്ല. അതിപ്പോ നബി സയ്യിദുന എന്ന് പറയാൻ നബിയുടെ വിനയം കൊണ്ടായിരിക്കും എന്ന് അനുയായികൾ പറഞ്ഞോ? ഇല്ല. ഒരൊറ്റ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്കലാനിക്ക് കിട്ടിയ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്ന ഇങ്ങനെ സയ്യിദിനാ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നിലും നമുക്ക് സയ്യിദിന കാണാൻ സാധ്യമല്ല. അത് നബിയുടെ വിനയം കൊണ്ട് നബി ഒഴിവാക്കിയതാണെന്ന് പറയാൻ നിർവാഹമില്ല. കാരണം സ്വഹാബാക്കിറാമും താബീങ്ങളൊന്നും അത് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പരിപൂർണമായ സ്വലാത്തിന്റെ രൂപം എന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചിരുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് മാത്രമാണ്. അപ്പൊ സയ്യിദിന എന്നുള്ളത് അവിടെ ചൊല്ലേണ്ടതില്ല. നമ്മളൊക്കെ സ്നേഹം വാക്കിലൊതുങ്ങി നിൽക്കുന്ന സ്നേഹമാണല്ലോ. ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം എന്ന രൂപത്തിൽ തന്നെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബത്ത് ഇത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഒരു സ്ഥാനത്തിന് കുറവായിട്ട് അവരാരും കണ്ടില്ല. നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ചൊല്ലുന്നു. അപ്പൊ സ്വലാത്തിന്റെ ഈ രൂപത്തിൽ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ തമ്പുരാനെ. കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ. ഇന്നക ഹമീദും മജീദ്, നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. പിന്നെ അല്ലാഹുമ്മ ബാരിക്, നീ ബർക്കത്ത് ചൊരിയണേ റബ്ബേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ, ഇബ്രാഹീമിനും കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്, നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. അപ്പൊ ഇവിടെയും നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ നബിയുടെ കുടുംബം എന്നുള്ളത് കൊണ്ട് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കൾ മാത്രമല്ല, ലോകത്തുള്ള നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളൊക്കെയും ഉൾക്കൊണ്ടുവെന്നാണ്. നബിയുടെ അനുയായികളെയൊക്കെ ആലി മുഹമ്മദിൽ പെടുന്നു. അപ്പൊ നബിക്കും ഗുണം ചെയ്യണേ, നബിയുടെ അനുയായികൾക്കും ഗുണം ചെയ്യണേ എന്ന് പണ്ഡിതന്മാരതിന് അർത്ഥം നൽകിയായി കാണാൻ സാധിക്കും. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ ഓർക്കുന്നു. കാരണം തൗഹീദിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പ്രവാചകന്മാർ,
ഇത് നമ്മൾ ഈ നിർവഹിക്കുന്ന നിസ്കാരത്തിലൊക്കെ അവരെ ഓർക്കുന്നു. അവർ വെട്ടിത്തെളിയിച്ച പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ഈ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി പാടുപെട്ട അധ്വാനിച്ച ആ രഥന്മാരായ ആളുകളെ നമ്മുടെ നിസ്കാരത്തിൽ പടച്ചോനെ നീ അവർക്ക് ഇതിന് കൂലി കൊടുക്കണേ, നീ അവരോട് അനുഗ്രഹം ചെയ്യണേ, നീ അവർക്ക് രക്ഷ നൽകണേ, നീ അവർക്ക് ഗുണം ചെയ്യണേ എന്നിങ്ങനെ ഒരു മുസ്ലിം അവന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിസ്കാരം പിരിയാൻ പോവുകയാണല്ലോ. അപ്പൊ അതിന്റെ അന്തിമഘട്ടത്തിൽ അവൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.